ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ലോകത്തിൽ സമാധാനവും സ്നേഹവും സന്തോഷവും നിറയ്ക്കുവാൻ കടന്നുവന്ന ദൈവപുത്രനായ ഈശോനാഥൻ നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ലോകത്തിലേക്കും ജനിക്കട്ടെ. അവിടുന്ന് കടന്നു വന്ന നമ്മെ ഓരോരുത്തരെയും ദൈവസ്നേഹത്താൽ നിറച്ച് സമാധാനമേകി സന്തോഷം പകർന്ന് സമൃദ്ധമായ ജീവൻ്റെ ഉടമകളാക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നാപയോഹന്നാൻ ചൂണ്ടിക്കാണിച്ച നമ്മുടെ കർത്താവായ ഈശോനാഥൻ, മറിയത്തിലൂടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഈശോനാഥൻ, നമുക്ക് അവിടുത്തെ തിരുമുഖത്തേക്ക് മാതാവിനോട് ചേർന്ന് നോക്കി നമുക്ക് അവിടുത്തെ ഒന്ന് കണ്ടെത്താം. അവിടുന്ന് നമുക്ക് ആരാണ് എന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബോധപ്പെടാം. അദ്ദേഹത്തിൻ്റെ 4 നാമങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മിൽ നിറയ്ക്കുന്ന 4 കാര്യങ്ങളെക്കുറിച്ചും പറയാം. അങ്ങനെ ഈശോനാഥൻ നമുക്ക് ആരാണ്, ഈശോ തന്നെ ആരാണ്, അവിടുന്ന് നമുക്കാരാണ്, അവിടുന്ന് നമുക്ക് എന്താ ചെയ്യുന്നത് എന്ന് നമുക്ക് ബോധപ്പെടാം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ നാമം മാതാവിനും യൗസേപ്പ് പിതാവിനും ദൈവം വെളിപ്പെടുത്തിയതനുസരിച്ച് ഈശോയുടെ നാമം യേശു എന്നാണ്. യേശു എന്ന് പറഞ്ഞ അർത്ഥം രക്ഷകൻ എന്നാണ്. അവൻ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. മത്തായി 1:21 പറയുക. മാതാവിൻ്റെ മംഗലവാർത്ത അനുഭവത്തിലും മാതാവിനോട് ദൈവം പറയാണ് അവന് യേശു എന്ന് പേരിടണം, കാരണം അവൻ ജനത്തെ വിമോചിപ്പിക്കും, രക്ഷിക്കുമെന്ന് പറയാണ്. നമ്മളെ പാപത്തിൽ നിന്നും കോപത്തിൽ നിന്നും ആസക്തികളിൽ നിന്നും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുഃഖത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഇല്ലായ്മയിൽ നിന്നും എല്ലാം മോചിപ്പിച്ച് നമ്മളെ രക്ഷിക്കുന്ന കർത്താവാണ് പ്രിയപ്പെട്ടവരെ നമുക്കായി ഈ ബെത്ലഹേമിൽ പിറന്നത്. മലകമാർ അതല്ലേ പറഞ്ഞത്, സർവ്വജനത്തിന് സന്തോഷമേകുന്ന സദ്വാർത്ത, ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നു എന്നാണ്. നമുക്ക് ആ രക്ഷകനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. അവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് രക്ഷയുടെ അനുഭവത്തിലൂടെ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ 2ാമത്തെ പേര് ക്രിസ്തു എന്നുള്ളതാണ്. യേശു ക്രിസ്തു, യേശു ക്രിസ്തുവാകുന്നു, ക്രിസ്തു യേശുവാകുന്നു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ് അർത്ഥം. ഈശോനാഥൻ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ പറയുകയാണ്, കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, പരിശുദ്ധാത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന്. ഈശോയെ മാതാവ് ഗർഭം ധരിച്ചത് മാലാഖ പറഞ്ഞത് കേട്ടപ്പോഴാണ്. നീ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ലൂക്ക 1:35 നമ്മളത് വായിക്കുക. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കപ്പെട്ട്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ ജനിച്ച്, പരിശുദ്ധാത്മാവിൽ വളർന്ന്, പരിശുദ്ധാത്മാവിൽ ജീവിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും പെരുമാറുകയും ബന്ധപ്പെടുകയും ചെയ്ത്, പരിശുദ്ധാത്മാവിനെ ഏകാൻ വേണ്ടി മരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഉയർക്കുകയും, പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയക്കാൻ വേണ്ടി സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്ത ആ ഈശോനാഥൻ അവിടുന്ന് അഭിഷിക്തനാണ്, പൂർണ്ണമായും അഭിഷിക്തൻ, പരിശുദ്ധാത്മാവിനാൽ പൂരിതനായവൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞവൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അവിടുന്നിലൂടെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നു നിറയട്ടെ. സ്നാപയോഹന്നാൻ പറയുന്നില്ലേ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുമെന്ന്. ഈശോയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്താൽ അഭിഷിക്തരായി പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാം. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞ്, ദൈവശക്തിയാൽ നമ്മെ നിറച്ച്, ദൈവസ്നേഹത്താൽ നമ്മെ നിറച്ച് ദൈവപാതയിലൂടെ നമ്മളെ വഴിനടത്തരുത്. ഈശോയുടെ 3ാമത്തെ നാമം ഇമ്മാനുവേൽ എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 1:23 നമ്മളത് വായിക്കുന്നുണ്ട്. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ കൂടെ, ദൈവം കൂടെ വസിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ.
ഈശോയിലൂടെ നമ്മുടെ കൂടെ വസിക്കുവാൻ, നമ്മിൽ വസിക്കുവാൻ, നമുക്ക് വേണ്ടി വസിക്കുവാൻ അവിടുന്ന് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതിൻ്റെ ആഘോഷമല്ലേ ക്രിസ്മസ്. നമ്മുടെ കൂടെ എന്നും ആയിരുന്നു കൊണ്ട് നമുക്ക് ദൈവസ്നേഹം പകരാൻ, ദൈവകൃപയാൽ നമ്മെ നിറയ്ക്കാൻ, ദൈവപാതയിലൂടെ നമ്മളെ വഴി നടത്താൻ, നമ്മളെ ദൈവികരാക്കി മാറ്റുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഇറങ്ങി വന്നു. മനുഷ്യമക്കളായി നമ്മളെ ദൈവമക്കളാക്കാൻ വേണ്ടി എന്നും ദൈവം നമ്മോടുകൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കുവാനായിട്ട് ദൈവികരായി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് തയ്യാറാകാം. വെളിപാട് പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവിന് വേറെ ഒരു നാമം പറയുന്നുണ്ട്. ദൈവവചനം എന്നാണ് അവൻ്റെ നാമം എന്നാ പറയുക. പ്രിയപ്പെട്ടവരെ, യോഹന്നാന് 1:14 നമ്മൾ വായിക്കുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതാണ് ഈശോ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ഈ ലോകത്തിലേക്ക് രക്ഷകനായി ഇറങ്ങി വന്നു നമ്മളെ പഠിപ്പിക്കുവാൻ, ദൈവവചനത്താൽ നമ്മെ നിറയ്ക്കാൻ, ദൈവപാതയിലൂടെ നമ്മളെ വഴി നടത്താൻ, ദൈവവിജ്ഞാനത്താൽ നമ്മെ നിറയ്ക്കാൻ, ദൈവത്തിൻ്റെ സ്വപ്നം നമുക്ക് ഏകുവാൻ പ്രിയപ്പെട്ടവരെ എല്ലാം. അപ്പം നമ്മൾ ഓർക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്ത് എന്ന കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാണ്. നമ്മൾ ആരാണ്, ദൈവം ആരാണെന്നെല്ലാമുള്ള വെളിവ് പ്രിയപ്പെട്ടവരെ ഈശോയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. വചനത്താൽ നിറയണം. വചനത്താൽ നിറയുമ്പോൾ നമ്മൾ വിജ്ഞാനം കൊണ്ട് നിറയും പ്രിയപ്പെട്ടവരെ. വചനത്താൽ നിറയുമ്പോൾ നമ്മൾ ഏറ്റവും അറിവുള്ളവരായി മാറും. വചനത്താൽ നിറയുമ്പോഴോ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് നയിക്കപ്പെടും. ഇനിയും പ്രിയപ്പെട്ടവരെ, ഈ ഈശോനാഥൻ ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി ചെയ്ത 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് നമ്മെ സ്നേഹം കൊണ്ട് നിറച്ചു എന്നുള്ളതാണ്. സ്നേഹം കൊണ്ട് നിറച്ചു എന്നുള്ളതാണ്. ഈ കർത്താവ് പുതിയ കൽപ്പന തരുമ്പോൾ യോഹന്നാൻ 13:34 പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, അതേപോലെ നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുമെന്ന് പറയുക. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ അവതാരമാണ് പ്രിയപ്പെട്ടവരെ ഈശോനാഥൻ. അത് യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നില്ലേ? അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ ഏവനും രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രയേറെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറയുക. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ഈശോയിലൂടെ വരുന്നത്. തൻ്റെ പ്രിയപുത്രനെ നൽകി നമ്മളെ സ്നേഹിച്ച ദൈവം, പ്രിയപ്പെട്ടവരെ തൻ്റെ ജീവൻ പോലും നൽകി നമ്മളെ രക്ഷിച്ച ദൈവം, നമ്മളെ ഓരോരുത്തരെയും നമ്മിലേക്ക് ദൈവസ്നേഹം ചൊരിഞ്ഞ് നമ്മളെ ഓരോരുത്തരെയും അല്ലേ, നമ്മൾ റോമർ 5:5 വായിക്കും, പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസ്നേഹത്തിൻ്റെ അനുഭവം തരാൻ, നമ്മളെ ദൈവസ്നേഹത്താൽ നിറച്ച് ആ സ്നേഹത്തിൽ നമ്മളെ പരിവർത്തനപ്പെടുത്താൻ, ആ സ്നേഹത്തിലൂടെ നമ്മളെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാക്കി നമ്മളെ മാറ്റാൻ പ്രിയപ്പെട്ടവരെ ഈശോനാഥൻ സ്നേഹത്തിൻ്റെ അവതാരമായി, ദൈവസ്നേഹത്തിൻ്റെ അവതാരമായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തരുന്ന 2ാമത്തെ അനുഭവം സമാധാനത്തിൻ്റെ അനുഭവമാണ്. അവൻ സമാധാന രാജാവ്. ഈശോ ജനിച്ചപ്പോഴും മാലാഖമാർ പറയുന്നില്ലേ, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. ഈശോനാഥൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ആശംസിക്കുന്നത് നിങ്ങൾക്ക് സമാധാനമെന്നതാണ്. ഷാലോം, ദൈവം നിങ്ങളെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. സമാധാനം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് അനുരഞ്ജനപ്പെടലാണ്, ഐക്യപ്പെടലാണ്. നമ്മളിലെ എല്ലാത്തരം അസ്വസ്ഥതകളും അകലും, നമ്മളിലെ വിരോധങ്ങളെയും വെറുപ്പുകളെയും പിണക്കങ്ങളെയും അകറ്റി നമ്മെ ദൈവമക്കളായി ദൈവകുടുംബത്തിൽ ഒന്നു ചേർത്ത് നമ്മളെ ഐക്യപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ ഈശോനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെയാണ് ഈശോ നമുക്ക് സമാധാനമാകുന്നത്. ഈശോ കടന്നു വരട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക്. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും അകറ്റട്ടെ, നമ്മുടെ എല്ലാ പിണക്കങ്ങളും അകറ്റട്ടെ. നമ്മളെ ഓരോരുത്തരെയും ദൈവവുമായും മറ്റുള്ളവരുമായി അനുരഞ്ജിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ യഥാർത്ഥ സമാധാനത്താൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്ക് തരുന്ന 3ാമത്തെ അനുഭവം സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ഈ മാലാഖമാർ ഈശോ ജനിച്ചപ്പോൾ എന്താ പറയുന്നറിയാവോ? ഇതാ സർവ്വജനത്തിന് സന്തോഷമേകുന്ന സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ളതാണ്. സർവ്വജനത്തിനും സന്തോഷമേകുന്ന സദ്വാർത്തയാണ് പ്രിയപ്പെട്ടവരെ ഈശോനാഥൻ. നമ്മുടെ ദുഃഖത്തെ അകറ്റി നീ കരയേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന കർത്താവ, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കർത്താവ. ഈശോ മനുഷ്യരുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ അവരെയൊക്കെ സന്തോഷം കൊണ്ട് നിറയ്ക്കുക. ജൈറസിൻ്റെ ഭവനത്തിലും
അതുപോലെ നായ്മിലെ വിധവയിലും അതേപോലെ ആ ലാസറിൻ്റെ ഭവനത്തിലും ഒക്കെ കർത്താവ് കടന്നു വന്ന് അവരെ സന്തോഷത്താൽ നിറയ്ക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുക, ഇതൊക്കെ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നത് എന്നറിയാവോ? എൻ്റെ സന്തോഷം നിങ്ങളിൽ നിറയണം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം, അതിനു വേണ്ടിയാണ്. ഈ യോഹന്നാൻ 16:22 എന്താ വായിക്കുന്നത്? നിങ്ങളിപ്പോൾ ദുഃഖിതരാ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞാൻ വീണ്ടും വരും, അപ്പോഴോ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ആ സന്തോഷം ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ സാധിക്കുകയില്ല എന്ന് പറയുക. കർത്താവ് നമ്മുടെ സന്തോഷമാണ്. കർത്താവ് നമ്മുടെ സന്തോഷമാണ്. ഒരു വിധത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഘോഷിക്കുന്ന സന്തോഷത്തിൻ്റെ പ്രിയപ്പെട്ടവരെ സുദിനമാണ് ഈശോയുടെ ജന്മദിനം എന്ന് പറഞ്ഞാൽ. സന്തോഷിക്കുക. നമ്മൾ ആശംസകളിലൂടെയും എല്ലാം സ്നേഹപ്രകടനങ്ങളിലൂടെയും എല്ലാം നമ്മൾ ഈ സന്തോഷമാണ് പകരുക പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഈ നാലാമത്തെ ഈശോ നമുക്ക് തരുന്ന നാലാമത്തെ അനുഭവം ജീവൻ്റെ അനുഭവമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുവാണ്, ഞാൻ എന്തിനാ വന്നതേ എന്നറിയാവോ? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം, അത് സമർത്ഥമായി ഉണ്ടാകണം, അതിനു വേണ്ടിയാ. ഈശോനാഥൻ തന്നെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാ? ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, മരണത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് നമ്മളെ സമർത്ഥമായ ജീവൻ്റെ ഉടമകളാക്കാനാണ് കർത്താവ് കടന്നു വന്നത്. ദൈവിക ജീവൻ കൊണ്ട് നമ്മെ നിറയ്ക്കാനാണ്, നിത്യജീവൻ കൊണ്ട് നമ്മെ നിറയ്ക്കാനാണ്, സ്വർഗീയ ജീവൻ കൊണ്ട് നമ്മെ നിറയ്ക്കാനാണ് സ്വർഗീയനായവൻ പ്രിയപ്പെട്ടവരെ ലോകത്തിലേക്ക് അവതരിച്ചത്, ജീവൻ്റെ അവതാരമായി അവതരിച്ചത്. ആ കർത്താവിലൂടെ നമുക്ക് ജീവൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ 4 പേരുകൾ അല്ലെ സംജ്ഞകൾ, എന്നിട്ട് കർത്താവ് നമുക്ക് തരുന്ന 4 അനുഭവങ്ങൾ, നമുക്ക് അത് നന്നായിട്ട് അങ്ങോട്ട് ബോധപ്പെടാം, അനുഭവിക്കാം. ഈശോ നമ്മുടെ രക്ഷകനാണ്, അവനിലൂടെ നമുക്ക് രക്ഷ അനുഭവിക്കാം. ഈശോ അഭിഷിക്തനാണ്, അവനിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകാം. ഈശോ ഇമ്മാനുവേലാണ്, അവനിലൂടെ നമുക്ക് ദൈവ സാന്നിധ്യം ബോധപ്പെട്ട് ദൈവത്തിൻ്റെ കൂടെ ദൈവികരായി ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഈശോ ദൈവവചനമാണ്, ദൈവത്തിൻ്റെ വചനം കേട്ട് മറ്റെല്ലാ വചനങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ച് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന സന്തോഷത്താലും സമാധാനത്താലും ജീവനാലും നമുക്ക് നിറയപ്പെടാം. കർത്താവ് തരുന്ന അനുഭവങ്ങൾ ഓരോന്നും നമ്മൾ ഓർത്ത് സ്നേഹം, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരായി, സ്നേഹത്തിൽ പരിവർത്തനപ്പെട്ടവരായി, സ്നേഹം പകരുന്നവരായി പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാം. നമുക്ക് നമ്മിലെ എല്ലാത്തരം പിണക്കങ്ങളും വിരോധങ്ങളും എല്ലാം അകറ്റി, എല്ലാത്തരം അസ്വസ്ഥതകളെയും അകറ്റി കർത്താവ് തരുന്ന സമാധാനത്താൽ നിറഞ്ഞ് പ്രിയപ്പെട്ടവരെ സമാധാനം നിറഞ്ഞ വ്യക്തികളായി, സമാധാനം പകരുന്ന വ്യക്തികളായി ജീവിക്കുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ തയ്യാറാകാം. കർത്താവാണ് നമ്മുടെ ആശംസ, ഷാലോം. അതേപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ സന്തോഷത്താൽ നിറയപ്പെടാം, കർത്താവിൻ്റെ സന്തോഷത്താൽ നിറയാം. നമ്മളെ ദുഃഖിപ്പിക്കുന്ന, നമ്മിൽ ദുഃഖം നിറയ്ക്കുന്ന, ദുഃഖം വരുത്തുന്ന എല്ലാത്തിനെയും ഒന്ന് വിട്ടുകളഞ്ഞ്, എന്നിട്ടോ സന്തോഷം തരുന്ന, ഈശോ തരുന്ന സന്തോഷം, അതാണ് നമുക്ക് വേണ്ടത്. ലോകം തരുന്ന സന്തോഷമല്ല. ലോകത്തിലൂടെ സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ യഥാർത്ഥ സന്തോഷം, നിലനിൽക്കുന്ന സന്തോഷം കർത്താവ് തരുന്നതല്ലേ. ആ കർത്താവിൻ്റെ സന്തോഷത്താൽ നമുക്ക് നിറയപ്പെടാം. എന്നിട്ടോ ഇതിലൂടെയെല്ലാം പ്രിയപ്പെട്ടവരെ സമർത്ഥമായ ജീവൻ്റെ ഉടമകളായി നമുക്ക് ജീവിക്കാം. ജീവൻ അതിൻ്റെ തികവിൽ നമുക്ക് പകർന്നു തന്നവനാ ഈശോ. തൻ്റെ കാൽവരി കുരിശിലെ തൻ്റെ ജീവൻ നമുക്കായി പകർന്നു തന്നു. ഉത്ഥാനത്തിലൂടെയോ ജീവൻ പകരുന്നവനായി അവിടുന്ന് നമുക്ക് വെളിപ്പെട്ട് പ്രിയപ്പെട്ടവരെ ആ കർത്താവിലൂടെ നമുക്ക് ജീവിക്കാം, ദൈവമക്കളായി ജീവിക്കാം, ഈശോയുടെ ശിഷ്യരായി ജീവിക്കാം, ദൈവ അനുഗ്രഹത്താൽ നിറഞ്ഞു ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും അവിടുന്ന് അവതരിച്ച് നമ്മളെ ദൈവികരായി ജീവിക്കുവാൻ എന്നും പ്രാപ്തരാക്കട്ടെ. ആമേൻ.